അഡ്വക്കേറ്റ് സേനാപതി വേണു, ആ, ഇപ്പോഴും CPM ഈ UDFന്റെ വിജയത്തെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് വർഗീയ വോട്ടുകൾ നേടിക്കൊണ്ട് എന്നുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാം, ജമാഅത്തെ ഇസ്ലാമിയുമായി ഒക്കെ UDF ഉണ്ടാക്കിയിരിക്കുന്ന ധാരണകൾ, ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് VD സതീശനുണ്ടായ നേരത്തെ ഉണ്ടായ പ്രതികരണങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ വെൽഫെയർ പാർട്ടിയുമായും അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയും SDPAയുമായൊക്കെ ആരുടെ വോട്ട് കിട്ടിയാലും സ്വീകരിക്കുമെന്ന് KC വേണുഗോപാൽ അടക്കം പറയുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ BJPയെ പ്രതിരോധിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ശക്തികൾ കൂടി UDFന്റെ പിറകിൽ അണിനിരന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത് ഈ ഘട്ടത്തിൽ? അല്ല, ഒന്ന് രോഹിണി മനസ്സിലാക്കേണ്ടത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, അതായത് ഇപ്പോൾ 948 പഞ്ചായത്ത് വാർഡുകളിലെ പരമാവധി വോട്ടർമാരുടെ എണ്ണം എന്ന് പറയുന്നത് 1000 1500. ഇപ്പം ഞാൻ നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് കഴിഞ്ഞ് വന്ന 2 സ്ഥാനാർത്ഥികൾക്ക് 379 വോട്ട് വെച്ച് കിട്ടി. അവസാനം ടോസ് ഇട്ട് BJPക്ക് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഞങ്ങളുടെ പഞ്ചായത്തിൽ BJPക്ക് ഒരു സീറ്റ്, 2ാം സ്ഥാനത്ത് വന്ന് BJPയും ഞങ്ങളും തുല്യ വോട്ടുകൾ നേടി. CPM 3ാം സ്ഥാനത്ത് പോയി. അപ്പം ഞാൻ പറഞ്ഞത് അവിടെയൊക്കെ ഒരു വോട്ട് 2 വോട്ട് എന്നുള്ളതാണ് ഗ്രാമപഞ്ചായത്തിൽ വിജയം നിർണ്ണയിക്കുന്നത്. 5 വോട്ട് 10 വോട്ട് എന്നത്. അവിടെ ഇപ്പോൾ ആരുടെയെങ്കിലും നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ടോ ഇവൻ ജമാഅത്ത് ഇസ്ലാമിയാണ്, അതല്ലെങ്കിൽ ഇവൻ വെൽഫെയർ പാർട്ടിയാണ്? അവിടെ ലഭിക്കാവുന്ന വോട്ടുകൾ മുഴുവൻ സമാഹരിക്കുന്നതിന് വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ. ആ സ്ഥാനാർത്ഥികൾ അവരുടെ ബന്ധങ്ങളും പരിചയങ്ങളും രാഷ്ട്രീയമുണ്ട്. ഇപ്പോൾ പറഞ്ഞല്ലോ, ഒരു 20% ആളുകൾ UDFന്റെ കുറച്ച് ആളുകൾ, ഒരു 20% LDFന്റെ ആളുകൾ, അല്ലെ 10% BJPയുടെ ആളുകൾ. അത് കഴിഞ്ഞതിന് ശേഷം ഒരു ബഹുഭൂരിപക്ഷം ആളുകൾ എന്ന് പറയുന്നത് അവര് വിജയസാധ്യത നോക്കി, നല്ല സ്ഥാനാർത്ഥികളെ നോക്കി, നല്ല പ്രചരണത്തെ നോക്കി വോട്ട് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഓരോ വാർഡുകളിലും ഓരോ വോട്ടറും പ്രധാനമായിട്ട് നിൽക്കുന്നിടത്ത് അവിടെ വെൽഫെയർ പാർട്ടിക്കാരൻ്റെ വോട്ട് നേടി, അല്ലെങ്കിൽ എന്താ പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമുകാരൻ്റെ വോട്ട് നേടി എന്നുള്ളത്, അതൊക്കെ ഒരു എന്താ പറഞ്ഞ ഇത്രയും വിപുലമായി നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ബാലിശമായി. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, തിരുവനന്തപുരം മുതൽ നമ്മൾ കാസർഗോഡ് വരെയുള്ള തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ഒരു പാറ്റേൺ പരിശോധിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും UDFന്റെ വലിയ ഒരു മുന്നേറ്റം. കോർപ്പറേഷനിൽ പോലും കഴിഞ്ഞ പ്രാവശ്യത്തിന്റെ ഇരട്ടി വോട്ടുകൾ സീറ്റുകൾ ഞങ്ങൾക്ക് സമാഹരിക്കാൻ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു പാറ്റേൺ തെക്ക് നിന്ന് വടക്കോട്ട് നോക്കിയാലും വടക്ക് നിന്ന് തെക്കോട്ട് നോക്കിക്കഴിഞ്ഞാലും, ഞാൻ പറഞ്ഞത് ഈ ജമാഅത്ത് ഇസ്ലാമിയോ അല്ലെങ്കിൽ മറ്റ് സംഘടനകൾക്കോ തീരെ ശേഷിയില്ലാത്ത പ്രദേശങ്ങളിൽ പോലും, അവര് ആളെണ്ണത്തിൽ ഇല്ലാത്ത പ്രദേശങ്ങളിൽ പോലും വലിയ മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, പിണറായി 3 എന്ന പ്രഖ്യാപനം നടത്തിയ ആളുകൾ, അവർക്ക് 3ലേക്ക് പോകാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ അവർ ഇന്ന് രാജിവെച്ച് പുറത്തു പോകേണ്ടതാണ് രാഷ്ട്രീയ ധാർമ്മികതയുടെ പേരിൽ. അവര് അത്രയും വലിയ പ്രഖ്യാപനങ്ങളും ഇതൊക്കെ ആയിരുന്നല്ലോ. കേരളത്തെ വിമുക്ത അതിദരിദ്രരില്ലാത്ത കേരളമായിട്ട് പ്രഖ്യാപിച്ചു, എല്ലാവർക്കും ക്ഷേമ പെൻഷൻ കൊടുക്കുന്നു. ഇവരുടെ നടത്തിയിരിക്കുന്ന പ്രഖ്യാപനങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് മാത്രമാണ് കേരളത്തിൽ വോട്ട് കിട്ടേണ്ടത്. എന്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ഇവരെ ഇത്രമാത്രം തിരസ്കരിച്ചു? അത് ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ടോ അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയുടെ വോട്ട് കൊണ്ട് മാത്രമാണോ? അങ്ങനെ ഒരു ഡെമോഗ്രഫി ഉണ്ടോ കേരളത്തിൽ? ഇല്ല. ഇപ്പോൾ വളരെ മികച്ച ഒരു രാഷ്ട്രീയ വിശകലനാണ് ഗോപകുമാർ സാർ ഇരിക്കുന്നത്. സാറ് പറയട്ടെ, ഞങ്ങളുടെ ഈ അഭൂതപൂർവമായ വിജയം അത് വെൽഫെയർ പാർട്ടി കൊണ്ടോ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി കൊണ്ടോ ആണോ? ഒരിക്കലുമല്ല. അത് ഇനിയിപ്പോ എവിടെയെങ്കിലും സേനാപതി വേണു, അത് അങ്ങനെ പറഞ്ഞു പോകല്ലേ. കാരണം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മുന്നിൽ ഉണ്ട്. അത് നടന്നത് 1 വർഷം മുൻപാണ്. അവിടെ എന്താണ് സംഭവിച്ചത്? അത് ആരാണ് ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിജയം ആഘോഷിച്ചത് എന്ന് നമുക്കറിയാം. SDPI ആണ് റോഡിലിറങ്ങി മുദ്രാവാക്യം വിളിച്ച് വലിയ വിജയാഹ്ലാദം പങ്കുവച്ചത്. അപ്പോൾ 10,000-ലധികം വോട്ടുകൾ SDPI അവിടെ പാലക്കാട് UDF സ്ഥാനാർത്ഥിക്ക് നൽകുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. അല്ല, ഒന്ന് കേട്ടെ. ഞാൻ പാലക്കാടും ചേലക്കര ഇതൊക്കെ ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് പ്രചരണത്തിന് പോയതാ. അപ്പൊ ഞങ്ങളൊക്കെ TV-യിൽ അവസാനത്തെ ഫലം വന്നിട്ട് പുറത്തോട്ടിറങ്ങാൻ വിചാരിക്കുമ്പോൾ 5 or 8 ആളുകൾ അല്ലെങ്കിൽ 8 or 10 ആളുകൾ അവര് എന്താ പറഞ്ഞ SDPIയുടെ കൊടിയും പിടിച്ചുകൊണ്ട് ഞങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ഉത്തരവാദികൾ എന്ന് പറഞ്ഞ് അവർ പ്രകടനത്തിന് ഇറങ്ങുന്നത്. അവർ കൂടി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവർ ജീവിച്ചിരിക്കുന്നു എന്ന് പൊതുസമൂഹത്തെ അറിയിക്കുന്നതിന് വേണ്ടിയുള്ള അവരുടെ ഒരു തന്ത്രത്തിന്റെ ഭാഗമാണ്. ഞങ്ങൾക്ക് അവിടെ എന്താ പറഞ്ഞ 18,840 വോട്ട് ഭൂരിപക്ഷം അവിടെ ലഭിച്ചു കഴിഞ്ഞപ്പോൾ അത് ഒരു അഭൂതപൂർവ്വമാണ്. അതായത് ആദ്യം ലഭിച്ച ഷാഫി പറമ്പന് ലഭിച്ച ഭൂരിപക്ഷത്തെക്കാൾ 5 or 6 ഇരട്ടി ഭൂരിപക്ഷമാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. അപ്പൊ ലഭിച്ചു കഴിഞ്ഞപ്പോൾ വിജയിച്ചവരെ ഞങ്ങൾ കൂടി ചേർന്നാണ് വിജയിപ്പിച്ചത് എന്ന ഒരു പ്രഖ്യാപനവുമായിട്ട് ഇവരിറങ്ങുന്നു എന്നുള്ളതല്ലാതെ, ഇതൊക്കെ എല്ലാ കാലഘട്ടത്തിലും ഈ രീതിയിലുള്ള രാഷ്ട്രീയ ശക്തികളുടെ അവരുടെ ഒരു എന്താ പറഞ്ഞ ഒരു രീതിയാണ്. തങ്ങൾ കൂടി ഇല്ലേ, തങ്ങൾ
ഞങ്ങളുടെ സാന്നിധ്യം വലിയ രീതിയിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിന് വേണ്ടി ഞങ്ങൾ വളരെ അസന്നിഗ്ധമായിട്ട് പറഞ്ഞിരിക്കുന്നു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ സഹായിക്കുന്ന, ഈ ഗവൺമെന്റിനെതിരെ നിൽക്കുന്ന, ഈ ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾക്ക് എതിരെ നിൽക്കുന്ന എല്ലാ ജനവിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയും വോട്ട് ഞങ്ങൾ നേടിയിട്ടുണ്ട്. അതിൽ ജമായത്തുകാർ ഞങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ടാവും, RSSകാർ ഞങ്ങൾ വോട്ട് ചെയ്ത, ഇനിയിപ്പോൾ എവിടെയെങ്കിലും BJPക്ക് സ്ഥാനാർത്ഥി ഇല്ലാത്ത ഒരു BJPക്കാർ ഞങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ടാകും. എല്ലാ ജനവിഭാഗങ്ങളിലും പെട്ട ആളുകൾ, കാരണം ആ വോട്ട് രഹസ്യമായിട്ട് ചെയ്യുന്നതാണ്. ആരും അവരുടെ നെറ്റിയിൽ ഞങ്ങൾ ഇന്ന ആൾ വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് പോയിട്ടുള്ളതല്ല. അപ്പൊ അതുകൊണ്ട് ഇനി ഇത് ജമായത്തുകാരുടെ ഗുണം കൊണ്ടാണ് അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിക്കാരാ എന്ന് പറഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാം, അവർക്കത് പറയാം. പക്ഷേ അതൊന്നുമല്ല യാഥാർത്ഥ്യം. അതിനപ്പുറത്തേക്ക് ഒരു ഗവൺമെന്റ് വിരുദ്ധ വികാരം കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മനസ്സിലുണ്ട്. അത് ആളുകൾ വളരെ ഫലപ്രദമായി കുടില് മുതൽ കൊട്ടാരം വരെ, കാരണം തോട്ടം മേഖലകളിലും അല്ലാത്ത മേഖലകളിലും എന്താ പറഞ്ഞ ഫ്ലാറ്റ് മേഖല, ഏത് മേഖല പരിശോധിച്ചു കഴിഞ്ഞാലും അവിടെ എല്ലാം UDFന് അനുകൂലമായിട്ടുള്ള വലിയ അഭൂതപൂർവമായ ഒരു 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 ജനവികാരം ഉണ്ടായിട്ടുണ്ട്, ജനമുന്നേറ്റം അതായത് UDFന്റേതായ വോട്ടുകൾ മാത്രമേ സമാഹരിക്കപ്പെട്ടിട്ടുള്ളൂ എന്ന ഒരു നിഗമനമാണ്, അഭിപ്രായമാണ് അഡ്വക്കേറ്റ് സേനാപതി വേണു പങ്കുവെക്കുന്നത്.